Good morning, students. Yesterday we learned types of research. The types of research may be classified into further types. The first main two types we will discuss yesterday. The first type is exploratory research and casual research. Second one is theoretical research and empirical research. എന്താണ് എംപിരിക്കൽ റിസർച്ച്? ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എംപിരിക്കൽ റിസർച്ച് എന്താണെന്നാണ്. എന്താണ് എംപിരിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എംപിരിക്കൽ എവിഡൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ റിസർച്ച് വർക്ക് കണ്ടക്ട് ചെയ്യുന്നതിനെ പറയുന്നതാണ് എംപിരിക്കൽ റിസർച്ച് എന്ന്. ഈ എംപിരിക്കൽ റിസർച്ചിന് നമ്മൾ വീണ്ടും ഫർദർ ക്ലാസിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നും അതേപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്നും. ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മൾ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യുന്നത് ന്യൂമറിക്കൽ ഡാറ്റയുടെ ബേസിസിലാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നത് ന്യൂമറിക്കൽ ഡാറ്റയുടെ ബേസിസിലാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന്. അത് ചിലപ്പോൾ ഒപ്പീനിയൻസ് ആവാം, ബിഹേവിയേഴ്സ് ആയിരിക്കാം, അതേപോലെ തന്നെ ഡിഫൈൻഡ് വാരിയബിൾസ് ആവാം. ഇതിൻ്റെ അകത്ത് എന്താണ് റിസർച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഹൈപ്പോത്തസിസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഈ ഹൈപ്പോത്തസിസ് നമ്മുടെ റിസർച്ചായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാണ് നമ്മൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് വഴി ചെയ്യുന്നത്. അതായത് റിസർച്ചർ ഒരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഹൈപ്പോത്തസിസായിട്ട് നമ്മുടെ റിസർച്ച് മാച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന് വീണ്ടും നമ്മൾ അഗൈൻ 6 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ പറയുന്നതാണ് സർവേ റിസർച്ച്. സർവേ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ സർവേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിഞ്ഞൂടെ? സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലാർജ് നമ്പർ ഓഫ് ഓഡിയൻസിൽ നിന്ന് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതിന് പറയുന്നതാണ് സർവേ എന്ന്. അപ്പോൾ സർവേ റിസർച്ചിലും പറയുന്നത് അത് തന്നെയാണ്. ലാർജ് ഓഡിയൻസിൽ നിന്ന് നമ്മൾ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അതിനെ പറയുന്നതാണ് സർവേ റിസർച്ച് എന്ന്. ഇതിൻ്റെ അകത്ത് പറയുന്നത് നമ്മൾ ഒരു പ്രീഡിറ്റർമിൻഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കും. അതായിരിക്കും നമ്മൾ കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ ആരെയായിട്ടാണോ നമ്മൾ സർവേ കണ്ടക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അവർക്ക് കൊടുക്കുന്നത്. അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് അല്ലെങ്കിൽ പ്രിറ്റി ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും അവരിൽ നിന്ന് കിട്ടുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് രൂപേണ ആയിരിക്കും. അപ്പോൾ അവരുടെ ആൻസർ എന്തായിരിക്കും? യെസ് ഓർ നോ ടൈപ്സ് ആൻസേഴ്സ് ആയിരിക്കും അവരിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതാണ് സർവേ റിസർച്ചിൽ പറയുന്നത്. സർവേ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻവോൾവ്സ് എ ലാർജ് ഓഡിയൻസ് ടു കളക്ട് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ. അതാണ് സർവേ റിസർച്ചിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് ടൈപ്സ് ആണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യം തന്നെ ഒരു എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാണ് ആ സിറ്റുവേഷൻ വെച്ച്. അതിനെ പറയുന്നതാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. അതായത് നമ്മുടെ കോസ് ആൻഡ് ഇഫക്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത് എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ. അപ്പോൾ എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ എന്താ നമ്മൾ ചെയ്യുക? എക്സ്പെരിമെൻ്റ് മുഖേനയാണ് നമ്മൾ റിസർച്ച് വർക്ക് കണ്ടക്ട് ചെയ്യുക. അതായത് നമ്മുടെ കോസ് ആൻഡ് എഫക്റ്റിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഒന്ന് മറ്റൊന്നിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് കോറിലേഷൻ റിസർച്ച്. കോറിലേഷൻ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 2 സെറ്റ് ഓഫ് വാരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് കോറിലേഷൻ റിസർച്ചിൽ നമ്മൾ ചെയ്യുന്നത്. ഇത് നമുക്ക് ചിലപ്പോൾ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ ന്യൂട്രൽ ആവാം. അപ്പോൾ കോറിലേഷൻ റിസർച്ചിൽ എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സെറ്റ് ഓഫ് വാരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കുകയാണ് കോറിലേഷൻ റിസർച്ചിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മുടെ പോയിൻ്റാണ് ലോജിറ്റ്യൂഡിനൽ സ്റ്റഡി. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പിക്കിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ബിഹേവിയർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ് ലോജിറ്റ്യൂഡിനൽ സ്റ്റഡിയിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് ഇറ്റ് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ട്രേറ്റ്സ് ആൻഡ് ബിഹേവിയർ ഓഫ് ദ സബ്ജക്റ്റ് അണ്ടർ ഒബ്സർവേഷൻ. അതായത് നമ്മൾ ഒബ്സർവേഷൻ വഴി നമ്മുടെ സബ്ജക്റ്റിൻ്റെ ബിഹേവിയർ എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മുടെ ടോപ്പിക്കിനെ റിപ്പീറ്റഡ്ലി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പർട്ടിക്കുലർ പീരീഡിനുള്ളിൽ നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ റിപ്പീറ്റഡ്ലി ഒബ്സർവേഷൻ നടത്തിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ലോജിറ്റ്യൂഡിനൽ റിസർച്ചിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ പോയിൻ്റാണ് ക്രോസ് സെക്ഷണൽ റിസർച്ച്. ക്രോസ് സെക്ഷണൽ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇത് ഒരു ഒബ്സർവേഷണൽ ടൈപ്പ് മെത്തേഡാണ്. ഇറ്റ് ഈസ് ആൻ ഒബ്സർവേഷണൽ ടൈപ്പ് ഓഫ് മെത്തേഡ്. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസിനെ നമ്മൾ ഒബ്സർവ് ചെയ്യും. ഒരു പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ നമ്മൾ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസിനെ നമ്മൾ ഒബ്സർവ് ചെയ്യും. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടർ, റീറ്റെയിൽ ഇൻഡസ്ട്രിയിലൊക്കെയാണ് നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാം, നമ്മളിപ്പോൾ കൊറോണ പേഷ്യൻസിനെ ഇപ്പോൾ പുറമേ നിന്ന് വന്നിരിക്കുന്ന അല്ലെങ്കിൽ വേറൊരു കൺട്രിയിൽ നിന്ന് വന്നിട്ടുള്ള പേഴ്സൺസിനെയൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യില്ലേ, ഒരു 14 days ക്വാറൻറ്റൈനിൽ വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടില്ല. ആ കേസാണ് ക്രോസ് സെക്ഷണൽ സ്റ്റഡി എന്ന് പറഞ്ഞത്. ആ പേഴ്സൺസിനെ കൂടുതലായിട്ട് നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും, അവരുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്യും. അതാണ് പറയുന്നത് ക്രോസ് സെക്ഷണൽ സ്റ്റഡിയിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് കാഷ്വൽ ആൻഡ് കമ്പാരിറ്റീവ് റിസർച്ച്. ഇത് കാഷ്വൽ ആൻഡ് കമ്പാരിറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബേസ് ചെയ്തിരിക്കുന്നത് കമ്പാരിസനെയാണ്. കമ്പാരിസനെ ബേസ് ചെയ്തിട്ടാണ് ഈ കാഷ്വൽ ആൻഡ് കമ്പാരിറ്റീവ് റിസർച്ച് ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിൻലി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത്. 2 വേരിയബിൾസിൻ്റെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വേരിയബിൾസിൻ്റെ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഹെഡിങ്ങിൽ നിന്ന് തന്നെ മനസ്സിലാവില്ലേ, കാഷ്വൽ ആൻഡ് കമ്പാരിറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കമ്പാരിസൺ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റഡിയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കുന്നത് എന്താണ്, കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ് ഓർ മൾട്ടിപ്പിൾ വേരിയബിൾസ്. അതാണ് കാഷ്വൽ ആൻഡ് കമ്പാരിറ്റീവ് റിസർച്ചിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ എംപിരിക്കൽ റിസർച്ചിൻ്റെ ഫസ്റ്റ് കാറ്റഗറി കഴിഞ്ഞു. അതായത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ഫസ്റ്റ് കാറ്റഗറിയാണ് കഴിഞ്ഞത്. അതെന്തൊക്കെയാണ് പറഞ്ഞത്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ന്യൂമറിക്കലി ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്, അതിന് പറയുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് 1 പറഞ്ഞു, സർവേ പറഞ്ഞു, എക്സ്പെരിമെൻ്റൽ പറഞ്ഞു, കോറിലേഷൻ പറഞ്ഞു, ലോജിറ്റ്യൂഡിനൽ റിസർച്ച് പറഞ്ഞു, ക്രോസ് സെക്ഷണൽ റിസർച്ച് പറഞ്ഞു, ആൻഡ് കാഷ്വൽ കമ്പാരിറ്റീവ് റിസർച്ച് പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മുടെ കാറ്റഗറിയാണ്, നമ്മൾ പറഞ്ഞു നമ്മുടെ നെക്സ്റ്റ് കാറ്റഗറിയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതായത് നമ്മൾ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് നോൺ ന്യൂമറിക്കൽ ഡാറ്റാസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഈസ് യൂസ്ഡ് ഫോർ ഗ്യാദർ നോൺ ന്യൂമറിക്കൽ ഡാറ്റാസ്. അതായത് നോൺ ന്യൂമറിക്കൽ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ അൺസ്ട്രക്ചേർഡ് ആവാം, അല്ലെങ്കിൽ സെമി സ്ട്രക്ചേർഡ് ആവാം. അതേപോലെ തന്നെ നമ്മുടെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എപ്പോഴും പ്രെഡിക്റ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്, ഡിസ്ക്രിപ്റ്റീവ് റാദർ ദാൻ പ്രെഡിക്റ്റീവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ മെയിനായിട്ട് മൂന്നാണ് പറയുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗ്യാദർ നോൺ ന്യൂമറിക്കൽ ഡാറ്റാസ്. ആൻഡ് സെക്കൻഡ് വൺ നമുക്ക് പറയാം ദിസ് മെത്തേഡ് ആർ അൺസ്ട്രക്ചേർഡ് ഓർ സെമി സ്ട്രക്ചേർഡ് എന്ന് പറയാം. തേർഡ് പോയിന്റ് നമുക്ക് പറയാം ക്വാളിറ്റേറ്റീവ് റിസർച്ച് റിസൾട്ട് വിൽ ബി ഡിസ്ക്രിപ്റ്റീവ് റാദർ ദാൻ പ്രെഡിക്റ്റീവ്. അപ്പോൾ ഇതൊക്കെയാണ് ക്വാളിറ്റേറ്റീവിൻ്റെ ഇത് പറയുന്നത്. ഇനി അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് 1 കേസ് സ്റ്റഡി, സെക്കൻഡ് 1 ഒബ്സർവേഷണൽ മെത്തേഡ്, തേർഡ് പോയിന്റ് ഫോക്കസ് ഗ്രൂപ്പ്, ആൻഡ് ഫോർത്ത് പോയിന്റ് 1 by 1 ഇൻ്റർവ്യൂ. അതിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ടൈപ്പാണ് പറയുന്നത്, ദാറ്റ് ഈസ് കേസ് സ്റ്റഡി. എന്താണ് കേസ് സ്റ്റഡി എന്നാണ് പറയുന്നത്. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് അല്ലെങ്കിൽ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ബിസിനസ്സിൽ നമ്മൾ കോമൺ ആയിട്ട് അല്ലെങ്കിൽ റീസെൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡാണ് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത് നമ്മളൊരു സ്പെസിഫിക് ഇഷ്യൂവിനെ സ്റ്റഡി ചെയ്യുക അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യുക. എവിടെ വെച്ച്, നമ്മുടെ ആ പെർട്ടിക്കുലർ ഓർഗനൈസേഷനിൽ വെച്ച് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ആ എൻവയോൺമെൻറ്റിൽ വെച്ച് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതിനെ പറയുന്നതാണ് കേസ് സ്റ്റഡി. അതായത് ആ ഹെഡിങ്ങിൽ നിന്ന് തന്നെ മനസ്സിലാവില്ല, കേസ് സ്റ്റഡി ദാറ്റ് മീൻസ് ഒരു പെർട്ടിക്കുലർ കേസിനെ സ്റ്റഡി ചെയ്യുക, ഒരു പെർട്ടിക്കുലർ എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ, അതിനെ പറയുന്നതാണ് കേസ് സ്റ്റഡി എന്ന്. നമ്മുടെ നെക്സ്റ്റ് കാറ്റഗറി വരുന്നതാണ് ഒബ്സർവേഷണൽ മെത്തേഡ്. ഒബ്സർവേഷണൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ നാച്ചുറൽ സെറ്റിങ്സിൽ അല്ലെങ്കിൽ നാച്ചുറൽ സറൗണ്ടിങ്സിൽ വെച്ച് തന്നെ നമ്മൾ ഡയറക്റ്റ് ഒബ്സർവേഷൻ വഴി ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതിന് പറയുന്നതാണ് ഒബ്സർവേഷണൽ മെത്തേഡ്സ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് ഇറ്റ് ഈസ് ദ സോഷ്യൽ റിസർച്ച് ടെക്നിക്സ് ആണ്. ഇറ്റ് ഇൻവോൾവ് ദ ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് ദ ഫിനോമിന ഇൻ ദെയർ നാച്ചുറൽ സെറ്റിങ്സ്. അതായത് നമ്മുടെ നാച്ചുറൽ സെറ്റിങ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ടോപ്പിക്കിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിസർച്ച് വർക്ക് കണ്ടക്ട് ചെയ്യുക, അതിനെ പറയുന്നതാണ് ഒബ്സർവേഷണൽ മെത്തേഡ് എന്ന്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് ഫോക്കസ് ഗ്രൂപ്പ്. ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസർച്ചർ ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈ, വാട്ട് ആൻഡ് ഹൗ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ആണ് ഇതിൻ്റെ അകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ റിസർച്ചർ വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ് ടു
വൈ, വാട്ട് ആൻഡ് ഹൗ. ദാറ്റ് മീൻസ് എന്തുകൊണ്ട്, എന്തുകൊണ്ട്, എങ്ങനെ, എപ്പോൾ. ആ ക്വസ്റ്റ്യൻസിനാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ദേ ഫോക്കസ് വൈ, വാട്ട് ആൻഡ് ഹൗ ക്വസ്റ്റ്യൻസ്. ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് കമ്പാരിസന് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കമ്പനീസാണ് ഇത് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോക്കസ് ഗ്രൂപ്പിൽ പറയുന്നത് റിസർച്ച് വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ് ടു വൈ, വാട്ട് ആൻഡ് ഹൗ ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ലാസ്റ്റ് കാറ്റഗറിയാണ് 1x1 ഇൻ്റർവ്യൂ. 1x1 ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ക്വാളിറ്റേറ്റീവ് മെത്തേഡിൽ വൈഡ്ലി യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. അതായത് ഒരു പേഴ്സൺ വേറൊരു പേഴ്സണെ ഇൻ്റർവ്യൂ ചെയ്യുന്ന മെത്തേഡിനെ പറയുന്നതാണ് 1x1 ഇൻ്റർവ്യൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയാം ഇറ്റ് ഈസ് എ പ്യുവർലി ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ആൻഡ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡ്. ഇറ്റ് ഈസ് ഓൺ എ വൺ പേഴ്സൺ ഇൻ്റർവ്യൂയിങ് അനദർ പേഴ്സൺ. ഇതിനെ പറയുന്നതാണ് 1x1 ഇൻ്റർവ്യൂവിങ്. അപ്പോൾ നമ്മുടെ ടൈപ്സ് ഓഫ് എംപിരിക്കൽ റിസർച്ച് ഇത്രയാണ് പറയുന്നത്. അതായത് ഇതിനെ 2 ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനെ അഗെയിൻ 6 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ 4 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ എന്താണ്? കേസ് സ്റ്റഡി, ഒബ്സർവേഷണൽ മെത്തേഡ്, ഫോക്കസ് ഗ്രൂപ്പ് ആൻഡ് 1x1 ഇൻ്റർവ്യൂ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എംപിരിക്കൽ റിസർച്ചിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് എംപിരിക്കൽ റിസർച്ച്? അതിൻ്റെ അത് ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെരിമെൻ്റ് ആൻഡ് ഒബ്സർവേഷൻ വഴിയായിട്ടായിരിക്കും നമ്മൾ മെയിൻലി എംപിരിക്കൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു എക്സ്പെരിമെൻറ്റും അതേപോലെ തന്നെ ഒബ്സർവേഷൻ വഴിയും നമ്മൾ നടത്തുന്നത് കൊണ്ട് നമ്മുടെ ഡാറ്റാസ് എപ്പോഴും എങ്ങനെയായിരിക്കും? ട്രൂ ആയിരിക്കും, അതേപോലെ തന്നെ ഫെയർ ആയിരിക്കും. അപ്പോൾ അതാണ് പറയുന്നത് ഇറ്റ് യൂസ് ടു എക്സ്പെരിമെൻ്റ് ആൻഡ് ഒബ്സർവേഷൻ ദെൻ വി ക്യാൻ ഗെറ്റ് ദ ഗുഡ് റിസൾട്ട് ഫോർ ദ റിസർച്ച്. അതായത് നമ്മുടെ റിസർച്ചിന് ഒരു ഗുഡ് റിസൾട്ട് ഈ എക്സ്പെരിമെൻറ്റും ഒബ്സർവേഷനും വഴി കിട്ടും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കണ്ടക്റ്റഡ് മോർ കോമ്പിറ്റൻ്റ് ആൻഡ് ഒതൻറ്റിക്. അതായത് മോർ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ളതും ഒതൻറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ എംപിരിക്കൽ റിസർച്ച് യൂസ് ചെയ്യുന്നത്. അതായത് അപ്പോൾ ഇത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലത്തിനായാലും സൊല്യൂഷൻ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് എംപിരിക്കൽ റിസർച്ചിന് പറ്റുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ ഡൈനാമിക് ചേഞ്ചസ്. അതായത് നേച്ചറാകുമ്പോൾ എപ്പോഴും ചേഞ്ച് വന്നുകൊണ്ടിരിക്കും, നമ്മുടെ എൻവയോൺമെൻറ്റ് എപ്പോഴും ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതൊരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ടായാലും അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിനെ സംബന്ധിച്ചിട്ടായാലും എപ്പോഴും ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. ഈ ചേഞ്ചസ് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് എംപിരിക്കൽ റിസർച്ച് വഴി പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നടത്തുന്നത് എക്സ്പെരിമെൻ്റ് ആൻഡ് ഒബ്സർവേഷൻ വഴിയായിട്ടാണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ വേരിയബിൾസിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് എംപിരിക്കൽ റിസർച്ച് വഴി പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു കൺട്രോൾ മൾട്ടിപ്പിൾ വേരിയബിൾസ്. നെക്സ്റ്റ് പറയുന്നത് ഇൻക്രീസിങ് ഇൻറ്റേർണൽ വാലിഡിറ്റി. നമ്മുടെ ഇൻറ്റേർണൽ വാലിഡിറ്റി ഇൻക്രീസ് ചെയ്യാനും ഈ എംപിരിക്കൽ റിസർച്ച് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എംപിരിക്കൽ റിസർച്ചിന് മെയിനായിട്ട് നമ്മൾ 5 അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ പറയുന്നത് ഇറ്റ് യൂസ്ഡ് ടു ഒതൻറ്റിക്കേറ്റ് ദ ട്രഡീഷണൽ റിസർച്ച് ത്രൂ വാരിയസ് എക്സ്പെരിമെൻറ്റ് ആൻഡ് ഒബ്സർവേഷൻ. സെക്കൻഡ് പോയിന്റ് നമുക്ക് പറയാം ഇറ്റ് മേക്ക് റിസർച്ച് ബീയിങ് കണ്ടക്റ്റഡ് മോർ കോമ്പിറ്റൻറ്റ് ആൻഡ് ഒതൻറ്റിക്. തേർഡ് പോയിന്റ് നമുക്ക് പറയാം ദ റിസർച്ചർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഡൈനാമിക് ചേഞ്ചസ്. ഫോർത്ത് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം ദ റിസർച്ചർ ക്യാൻ കൺട്രോൾ മൾട്ടിപ്പിൾ വേരിയബിൾസ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റിൽ പറയാം ഇറ്റ് പ്ലേസ് എ വിറ്റൽ റോൾ ഇൻ ഇൻക്രീസിങ് ഇൻറ്റേർണൽ വാലിഡിറ്റി. അപ്പോൾ ഇത്രയാണ് എംപിരിക്കൽ റിസർച്ചിൻ്റെ അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് എംപിരിക്കൽ റിസർച്ച്. നമ്മൾ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നതാണ് നീഡ് പേഷ്യൻസ്. അതായത് റിസർച്ച് വർക്ക് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഒബ്സർവേഷനെയും അതേപോലെ തന്നെ എക്സ്പെരിമെൻറ്റിൻ്റെയും ബേസിലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അത് നല്ല രീതിയിൽ നടക്കണമെങ്കിൽ എന്ത് വേണം? നല്ല പേഷ്യൻസ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് നമ്മുടെ റിസർച്ച് വർക്ക് നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാം ടൈം കൺസ്യൂമിങ്. അതായത് ഒബ്സർവേഷൻ നടത്തണമെന്നുണ്ടെങ്കിലും എക്സ്പെരിമെൻറ്റ് നടത്തണമെങ്കിലും ഒരു സെർട്ടൈൻ ടൈം നമുക്ക് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് പറയാം ടൈം കൺസ്യൂമിങ് ആണെന്ന് പറയാം ഒരു ഡിസഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് പറയുന്നത് എക്സ്പെൻസീവ്. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റിസർച്ച് വർക്ക് നമുക്ക് എംപിരിക്കൽ റിസർച്ച് നമുക്ക് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് വരുമെന്ന് പറയാം. അതേപോലെ തന്നെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് എ ഈസി ടാസ്ക് ഇൻ എംപിരിക്കൽ റിസർച്ച്. എംപിരിക്കൽ റിസർച്ചിൽ ഡാറ്റ കളക്ഷൻ എല്ലാ ടൈമിലും നമുക്ക് ഈസി ആയെന്ന് വരില്ല. അതേപോലെ നമുക്ക് ലാസ്റ്റ് പോയിന്റ് പറയാം ഡിഫിക്കൽട്ട് ടു ഗെറ്റ് സർട്ടൻ പെർമിഷൻസ് ടു ക്യാരി ഔട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ്. അതായത് ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾക്ക് പെർമിഷൻസ് ഒക്കെ കിട്ടാനായിട്ട് ഇത്തിരി ഡിഫിക്കൽട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്?
ഡിസഡ്വാൻറ്റേജസിൽ ഫസ്റ്റ് പറഞ്ഞത് നീഡ് പേഷ്യൻസ് നീഡായിട്ട് വരും. അതേപോലെ തന്നെ ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ് ആൻഡ് ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ദ ഡാറ്റ കളക്ഷൻ ഈസ് നോട്ട് ഈസി ടാസ്ക് ഇൻ എംപിരിക്കൽ റിസർച്ച്. ആൻഡ് ഫൈനൽ വൺ, ഡിഫിക്കൽട്ട് ടു ഗെറ്റ് സർട്ടൻ പെർമിഷൻസ് ടു ക്യാരി ഔട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെർമിഷനൊക്കെ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എംപിരിക്കൽ റിസർച്ചിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എംപിരിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എംപിരിക്കൽ റിസർച്ച് ഈസ് യൂസ്ഡ് ടു വർക്ക് ഇൻ എംപിരിക്കൽ എവിഡൻസ് ഓൺലി. എംപിരിക്കൽ എവിഡൻസ് വെച്ച് നമ്മൾ റിസർച്ച് നടത്തുന്നതിനെയാണ് എംപിരിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ടൈപ്സ് ഓഫ് എംപിരിക്കൽ റിസർച്ച്. എംപിരിക്കൽ റിസർച്ചിനെ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്. ഫസ്റ്റ് വൺ ഈസ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ദെൻ ദീസ് ബോത്ത് ആർ ക്ലാസിഫൈഡ് അഗെയിൻ. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് എംപിരിക്കൽ റിസർച്ച്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എംപിരിക്കൽ റിസർച്ചിനെ കുറിച്ച് മാത്രമായിരുന്നു. നാളെ നമ്മൾ ഇനിയും 4 ടൈപ്സ് ഓഫ് റിസർച്ചിനെയും കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ നമ്മൾ ബാക്കിയുള്ള ടൈപ്സ് ഓഫ് റിസർച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.